കഴിഞ്ഞ ദിവസമാണല്ലോ ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് തൃശ്ശൂർ പൂരം കലക്കിയതിൽ യാതൊരു തരത്തിലുമുള്ള ഗൂഢാലോചനയോ മറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിന് പിന്നാലെ ഇപ്പോൾ നമ്മുടെ VS സുനിൽകുമാറും അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന CPI നേതാവ് അതുപോലെ തന്നെ നമ്മുടെ മുരളീധരനൊക്കെ പ്രതികരണവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു റിപ്പോർട്ടിനെ യാതൊരു കാരണവശാലും പിന്തുണയ്ക്കുന്നില്ല. ഒരു കമ്മീഷണർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പൂരം കലക്കാൻ വേണ്ടിയിട്ട് അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് എങ്ങനെ സാധിക്കുമെന്നാണ് ഇവർ രണ്ടുപേരും പ്രധാനമായിട്ടും ചോദിക്കുന്നത്. കാരണം ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഈ അങ്കിത് അശോകൻ്റെ ഏകോപനമില്ലായ്മയാണ്, കമ്മീഷണറിൻ്റെ ഏകോപനമില്ലായ്മയാണ് ഈ പൂരം അലങ്കോലപ്പെടാനുണ്ടായ പ്രധാന കാരണങ്ങളിലൊന്ന് എന്നാണ് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ തൃശ്ശൂർ പൂരം കലക്കിയത് BJPക്ക് അവിടെ വിജയിച്ച് കയറാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്, പറഞ്ഞു വരുന്നുണ്ട്. അപ്പം അങ്ങനെയല്ല, റിപ്പോർട്ടിനെ ഇവർ പിന്തുണയ്ക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് തോന്നുന്നു ഇതിനെ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചോദിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു ലോജിക്ക് ഉണ്ട്. കാരണം ഒരു കമ്മീഷണർ മാത്രം വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂരം കലക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ മുരളീധരൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അതുവരെ അവിടെ ഇല്ലാതിരുന്ന സുരേഷ് ഗോപി ഈ പൂരം അലങ്കോലപ്പെട്ടതിന് ശേഷം സേവാഭാരതിയുടെ ആംബുലൻസിൽ അവിടത്തേക്ക് ഒരു മാസ് ഹീറോനെ പോലെ കയറി വരുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ തീർച്ചയായിട്ടും സംശയിക്കാം എന്താണ് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന്. ശരിയാണ്. പൂരം കലക്കിയെന്ന് പറഞ്ഞ് 5 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ADGP അജിത് കുമാർ പിണറായി വിജയൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയുള്ള കളികളൊന്നും ആരും കളിച്ചിട്ടില്ല എന്നും കമ്മീഷണർ അങ്കിത് അശോകിന്റെ കാര്യമായ ഇടപെടലില്ലായ്മയാണ്, ഏകോപനമില്ലായ്മയാണ് ഈ പൂരം കലങ്ങിയതല്ല, അത് അത്തരത്തിൽ പോയതിന് കാരണം എന്നാണ് പറയുന്നത്. ഈ തൃശ്ശൂർ തിരഞ്ഞെടുപ്പ് ക്ലൈമാക്സ് സമയത്താണ് ഈ പൂരം കലങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായും എല്ലാവർക്കും സംശയമുണ്ടാകും BJP. കാരണം ആ സമയത്ത് BJP സുരേഷ് ഗോപി എവിടെ നിന്നില്ലാതെ ഓടി വരുന്നു. രാത്രി 1 മണി 2 മണി സമയത്താണ് സുരേഷ് ഗോപി ആരോ വിളിക്കുന്നതെന്ന് പറയുന്നു. സുരേഷ് ഗോപി വരുന്നു, സേവാഭാരതിയുടെ ആംബുലൻസ് വരുന്നു, സുരേഷ് ഗോപിയുടെ ഇടപെടലുണ്ടാകുന്നു, പാറമേക്കാവുമായി സംസാരങ്ങൾ നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നീട് പൂരം അപ്പം തന്നെ സുരേഷ് ഗോപി പറയുന്നു, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ ഇങ്ങനെ ആയിരിക്കില്ല പൂരം, കുറേ മാറ്റങ്ങളുണ്ടാവും. തൃശ്ശൂരുകാരുടെ അല്ലെങ്കിൽ പൂരം ഒരു വികാരമായി മനസ്സിൽ കണ്ട മലയാളികളുടെ അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ തരത്തിലേക്ക് തന്നെ പൂരത്തെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഇത്തവണ അദ്ദേഹം അതിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഇത്തവണത്തെ പൂരത്തിൽ. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു സംശയം ഉണ്ടാകാതിരിക്കാൻ വഴിയില്ല. മാത്രമല്ല, മുരളീധരൻ പറയുന്ന ഒരു കാര്യം, ആറ്റുകാൽ പൊങ്കാലയായിരുന്നുവെങ്കിൽ അത് കലക്കിയേനെ. പക്ഷെ അവിടെ സുരേഷ് ഗോപി അല്ല, അവിടെ രാജീവ് ചന്ദ്രശേഖരനാണ് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ നിന്നത്. ചിലപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കാനായി BJP ആറ്റുകാൽ പൊങ്കാല കലക്കിയേനെ എന്നാകാം മുരളീധരൻ ഉദ്ദേശിച്ചത്. ഇവിടെ CPI നേതാവ് കൂടിയായ തൃശ്ശൂരിന്റെ സ്ഥാനാർത്ഥിയായി നിന്ന സുനിൽകുമാർ പോലീസ് നൽകിയ റിപ്പോർട്ടിനെയാണ് തള്ളിക്കളഞ്ഞുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പോലീസ് എന്ന് പറയുന്നത് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന്റെ കീഴിലുള്ള ആളുകളാണ്. അപ്പോൾ പോലീസിന് വിശ്വാസം ഇല്ല എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ പറയുന്നത് വിശ്വാസമില്ല. പ്രത്യേകിച്ച് MR അജിത് കുമാർ RSSന്റെ മുതിർന്ന നേതാവായ ദത്തേന്ദ്ര ഹോസബല്ലയെ കണ്ടത് അത് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണ് 2023 അവിടെ പോയി കണ്ടത്. RSSന്റെ പോയത് എന്നാണ് പൊതുവെ പറയുന്നത്. അതിൽ എന്ത് കാര്യമാണ് എന്ന് പിണറായി അജിത് കുമാറും പറയുന്നത് വരെ നമുക്കതിൽ ഒരു അടിസ്ഥാനപരമായി ഇതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. പിന്നെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വിശ്വാസങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരാളാണ് സുരേഷ് ഗോപി. ഒരു പൂരം കലക്കിക്കൊണ്ടൊരു ജയമൊന്നും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപി ഒരിക്കലും ആഗ്രഹിക്കില്ല. BJPക്കാർ അത് ആഗ്രഹിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവരിതിന് പിന്നിൽ കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. അതേസമയം മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് ഇതിന് പിന്നിൽ പൂരം കലക്കിയതിന് പിന്നിൽ കോൺഗ്രസ് തന്നെയാണെന്നാണ്. ആയിരിക്കാം. കോൺഗ്രസ് ചിലപ്പോൾ BJPയെ ജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് അവിടെ എന്തെങ്കിലും നാടകങ്ങൾ കളിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ സുരേഷ് ഗോപി എന്ന് പറയുന്ന സംഭവം ഓർമ്മയുണ്ടാവുമല്ലോ, നമ്മളുടെ അങ്കിത് അശോകന്റെ കമ്മീഷണറിന്റെ ഒരു നടപടി, അതൊരു വല്ലാത്ത രീതിയിലുള്ള, എന്തിനാണ് അത്തരം രീതിയിലുള്ള ഒരു പ്രതികരണം? നമുക്കൊരു മനുഷ്യത്വമില്ലായ്മയാണ് അവിടെ കണ്ടത്. പൂരം എന്ന് പറയുമ്പോൾ അത് തൃശ്ശൂർക്കാരുടെ വികാരം മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മലയാളികളുടെയും വികാരമാണ് പൂരം എന്ന് പറയുന്നത്. പല നാട്ടിൽ നിന്ന് പലരും ആ സമയത്ത് ലീവിനൊക്കെ വരുന്നവരുണ്ട്. ഈ ആനയ്ക്ക് പട്ട കൊടുക്കാൻ പോയവരെ തടയുന്നത്,
പിന്നെ ഈ ആളുകളെ കൂട്ടത്തോടെ മാറ്റുന്നത്, പോലീസുകാർ നികൃഷ്ട ജീവികളെ പോലെ പെരുമാറുന്നതാണ് നമ്മളവിടെ പൂരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. സ്വാഭാവികമായിട്ടും പോലീസ് അത്തരം രീതിയിൽ ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിമർശനം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നത് സർക്കാരിനെതിരെ തന്നെയായിരിക്കും. അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ VS സുനിൽകുമാറിന് വലിയ രീതിയിൽ ബാധകമാവും. അതിലപ്പുറം ഇതിലൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗൗതം ആദ്യം ചോദിച്ചതുപോലെ തന്നെ അങ്കിത് അശോക് മാത്രം വിചാരിച്ചാൽ ഒരു പൂരം കലക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അങ്കിത് എന്ന് പറയുന്നത്, അങ്കിതിന്റെ മുകളിൽ ഒരുപാട് മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട്. അതിന്റെ മുകളിൽ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു ബോസ് ഉണ്ട്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന. അപ്പൊ ഇവരൊന്നും അറിയാതെ ഒരു പൂരം കലക്കാനായി മുഖ്യമന്ത്രി അല്ലെങ്കിൽ അങ്കിത് അശോക് ഇറങ്ങി തിരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ തലയിൽ മൂളയുള്ളവർ ആരും അത് വിശ്വസിക്കില്ല. അതായത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞതിനെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഒന്നുകിൽ ഇതിൽ നമുക്ക് ചിന്തിക്കാം, സാധാരണക്കാര് ചിന്തിക്കാതെ മാധ്യമ പ്രവർത്തകരുടെ കുരുട്ട് ബുദ്ധി വെച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ MR രജികുമാർ RSS നേതാവിനെ കണ്ടു. ഒരു വർഷം മുൻപാണ് കണ്ടത്, മുമ്പാണ് കണ്ടത്. ആ കാണലിൽ ഇത്തവണ BJPക്ക് കേരളത്തിൽ ഒരു സീറ്റ് ഉണ്ടാവണം, അതിന് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യണം എന്ന മുഖ്യമന്ത്രി അറിയിക്കാനായി പോയ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അറിയിക്കാനായി വിളിച്ച ദൂതനാണോ MR അജിത് കുമാർ എന്ന് നമുക്കറിയില്ല. അങ്ങനെ വരുമ്പോൾ VS സുനിൽകുമാറിനെ തോൽപ്പിക്കാനായി മുഖ്യമന്ത്രിയും പരിവാരങ്ങൾ, അദ്ദേഹത്തിന്റെ പരിവാരങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരാണല്ലോ, കാരണം അദ്ദേഹം എന്ത് പറഞ്ഞാലും കൈകെട്ടി അനുസരിക്കുന്ന പോലീസുകാരാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കിങ്കരന്മാരായ പോലീസുകാർ അത് അക്ഷരം പ്രതി അനുസരിച്ചതാകാം എന്ന് സുനിൽകുമാർ വിശ്വസിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം സുരേഷ് ഗോപി ഒരിക്കലും പൂരം കളിക്കില്ല, അത് 100% ഉറപ്പാണ്. കാരണം വിശ്വാസങ്ങളെ തൊട്ട് സുരേഷ് ഗോപി ഒരിക്കലും കളിക്കില്ല. അതിലുള്ള ജയം തനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ നല്ല ചങ്കുറപ്പും നട്ടലും സുരേഷ് ഗോപിക്കുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ സുരേഷ് ഗോപി ഒരിക്കലും തെറ്റുകാരനാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ സുരേഷ് ഗോപി പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി അതിൽ എന്തെങ്കിലും ഗൂഢാലോചന സുരേഷ് ഗോപി അറിയാതെ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത്, BJP നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഒരു മുതിർന്ന നേതാവിനെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കാണാൻ പോകുന്നു, അത് ഇന്റലിജൻസ് റിപ്പോർട്ട് ഒരു വർഷം മുൻപേ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടുന്നു, എന്നിട്ട് മുഖ്യമന്ത്രി ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ നടക്കണമെങ്കിൽ, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേസുകളും എന്തൊക്കെയോ ലക്ഷ്യങ്ങളുമൊക്കെ നടക്കണമെങ്കിൽ എന്തോ നടന്നിട്ടുണ്ട്. അവിടെ BJP ജയിക്കണം, അതായിരിക്കാം ഒരു പക്ഷേ BJP നേതൃത്വം മുന്നോട്ട് വച്ച അജണ്ട. അത്തരത്തിൽ ജയിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ നടത്തി തരൂ എന്നുള്ളത് ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഒരു അജണ്ട വച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെ പ്ലാൻ, എനിക്ക് ചിലപ്പോൾ BJPയും CPM ഒരുമിച്ചിരുന്ന് നടത്തിയ ഗൂഢാലോചനയാണോ പൂരം കലക്കിയത്, പാവം അത് സുനിൽകുമാർ അറിയാതെ പോയതായിരിക്കാം. ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലെങ്കിൽ CPMകാർക്കൊക്കെ ഈയിടെയായിട്ട് RSSനോടൊരു ആഭിമുഖ്യമോ ഒരു ഇഷ്ടമോ ഒക്കെ കൂടുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാം. കാരണം ജനസംഘമായിരുന്ന സമയത്ത് RSSുമായി ഒരുമിച്ച് അവര് പൊതുമധ്യത്തിൽ നിരന്തരമായിട്ട് RSSനെ എതിർക്കുന്നതാണല്ലോ. കാരണം ഇപ്പോൾ എന്താണ് CPM അടക്കം വലിയ രീതിയിൽ RSSുമായിട്ട് എന്താണ് അജിത് കുമാർ കണ്ടുമുട്ടിയതിനൊക്കെ വലിയ രീതിയിൽ വിമർശിച്ചു. അപ്പോഴും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അൻവർ വിഷയത്തിൽ പ്രതികരണമൊക്കെ നടത്തി. ഈ ഒരു വിഷയത്തിൽ ഒരു പ്രതികരണവും അദ്ദേഹം നടത്തിയിട്ടില്ല. അജിത് കുമാറിനെ തഴയാൻ അദ്ദേഹം തയ്യാറല്ല. RSSുമായിട്ട് കണ്ടുമുട്ടിയതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പം RSSും പിണറായിയും തമ്മിൽ ബന്ധത്തിലാണോ അല്ലെങ്കിൽ നല്ല ബന്ധത്തിലാണോ അവരെന്നുള്ളൊരു കാര്യം ഉയരുന്നുണ്ട്. RSSലെ പ്രത്യയശാസ്ത്രവും CPMലെ കമ്മ്യൂണിസത്തിന്റെ പ്രത്യയശാസ്ത്രവും ഒരിക്കലും ഒരുമിച്ച് പോകുന്നതല്ല. RSS കമ്മ്യൂണിസത്തെ അടിച്ചമർത്താൻ, അല്ലെങ്കിൽ കമ്മ്യൂണിസം വേണ്ട എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വലിയ ഓർഗനൈസേഷനാണ് RSS. ഇപ്പൊ RSS നേതാവിനെ അജിത് കുമാർ കണ്ടതുപോലെ RSS PFI പോലെ നിരോധിച്ച ഒരു സംഘടനയല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓർഗനൈസേഷനാണ് RSS എന്ന് പറയുന്നത്. RSSന്റെ ഒരു നേതാവിനെ RSSന്റെ ഒരു നേതാവിനെ കണ്ടെന്ന് പറഞ്ഞിട്ട് RSS ഒരു തീവ്രവാദ സംഘടനയല്ല, ഒരു നിരോധന സംഘടനയല്ല. ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ജനസേവക സംഘടന എന്നാണ് പറയുന്നത്. നമ്മുടെ എന്താ പറയുക, സ്വയം സേവക സംഘടന എന്നൊക്കെ പറയുന്നത് പോലെ അവരൊരു ജനങ്ങൾക്ക് വേണ്ടി, ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി RSSൽ നിന്ന് വന്ന ആളാണ്. പക്ഷേ RSS വിചാരിച്ചാലേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ എന്ന് ഇവിടുത്തെ
ഭരിക്കുന്ന പാർട്ടിയിൽ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒരു ദൂതനെ അയച്ചത് അജിത് കുമാറിനെ ആയിരിക്കാം എന്നുള്ളത് ചിലപ്പോൾ ശരിയായിരിക്കാം. കഴിഞ്ഞിട്ട് പിന്നീട് RSS നേതാവിനെ കണ്ടു എന്നുള്ളതാണ്. റാം മാധവിനെയും കണ്ടു, ഓസബലയും കണ്ടു എന്നുള്ളതാണ്. ഈ അജിത് കുമാർ പറയുന്നത് വ്യക്തിപരമായ കാരണങ്ങളിലാണ് കണ്ടതെന്നുള്ളത്. അത് വ്യക്തിപരമായ കാരണങ്ങളാണെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ള അവകാശമില്ല, ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ പോലും. പക്ഷേ ഗൗതം ഇവിടെ ഒരു ന്യൂസ് എടുക്കുന്നു. ആ ന്യൂസ് വേണമോ വേണ്ടയോ എന്ന് ഇപ്പൊ ഗൗതമിന്റെ ഇഷ്ടത്തിന് ന്യൂസ് എടുത്തിട്ടു. ആ ന്യൂസ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ MD ആണ്. അപ്പോ അജിത് കുമാർ RSS നേതാവിനെ കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അജിത് കുമാറിന്റെ ബോസ് പിണറായിയാണ്. പിണറായി അറിയാതെ അജിത് കുമാർ എന്തായാലും പോയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇനി ഈ പ്രശ്നം മുഴുവൻ അങ്കിത് അശോകന്റെ തലയിലേക്ക് കെട്ടിവെക്കാനും ചെയ്യുന്നത് ശരിയുമല്ല. അല്ല, ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയിൽ സുരേഷ് ഗോപി ആരും വലിച്ചു കെട്ടാൻ നിൽക്കണ്ട. സുരേഷ് ഗോപി വിശ്വാസങ്ങളെ ഒരിക്കലും അമർച്ച ചെയ്തുകൊണ്ട് ഒരു ജയവും ആഗ്രഹിക്കുന്ന ആളല്ല. പക്ഷേ സുരേഷ് ഗോപി പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ, സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനായി അത്തരത്തിൽ CPM-മായി ഒത്തു കളിച്ചിട്ടുണ്ടോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം. എന്തായാലും നേരത്തെയൊക്കെ അസ്പൃശ്യരാണ് എന്ന രീതിയിൽ RSSനെ കണ്ടിരുന്നു നമ്മുടെ പാർട്ടികളൊക്കെ. എന്നാൽ അതിന്റെ ആവശ്യമില്ല. അതെ, അതിന്റെ ആവശ്യമില്ല. അവർക്കൊരു സ്വീകാര്യത നൽകുവാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ ശ്രമിക്കുന്നു എന്ന ആരോപണം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ തെറ്റു പറയാനൊക്കില്ല, പറ്റില്ല. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി തന്നെ RSSനെ നെഞ്ചോട് ചേർക്കുമ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾക്ക് RSSനെ തള്ളിക്കളയാൻ കഴിയില്ല.